പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആരും ജിസനും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവർ പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആരും ജിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാനങ്ങനെ പറയില്ല. അതാ പറഞ്ഞു, ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓടിവായി പിടയ്ക്കുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഏത് രീതിക്കാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ അവിടെ തന്നെ കാണും. കാരണം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചേ പറ്റൂ, പ്രതികരിക്കാതിരിക്കാനേ പറ്റത്തില്ല. ഞാൻ എടുത്തൊരു തീരുമാനം അത് എന്തുകൊണ്ടും ഇപ്പം 100% ശരി ആയിരുന്നു എന്ന് എനിക്കിപ്പം തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, പ്രവീൺ എവിക്റ്റായി ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഏകദേശം 15 മിനിറ്റോളം ഒരു വീഡിയോ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് അങ്ങോട്ട് കസേര വന്നിരുന്നതും ഇവൻ എയർപോർട്ടിൽ അങ്ങോട്ട് എത്തി. ഞാൻ എത്തിപ്പോയേ, ഇവൻ എവിക്റ്റ് ആയതല്ലേ ഉള്ളൂ. അത് എവിക്റ്റായി മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അതിനുമ്പ് എയർപോർട്ടിൽ എത്തുകയും ചെയ്ത് ഈ പ്രവീണിൻ്റെ ഒരു ബൈറ്റ് അവിടെ കാണുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് അനീഷിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് കണ്ടപ്പോഴേ ഞാൻ അപ്പോഴേ സ്പോട്ടിൽ യൂട്യൂബ് തുറന്ന് ഈ സാധനം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പോട്ടെ, അത്രയും നല്ലൊരു വ്യക്തിയെ പറ്റിയിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അനീഷിനെ കൊള്ളത്തില്ല, അനീഷിന് വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ മണ്ടന്മാരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ വേറൊരു രൂപമാണ് ഈ പ്രവീൺ അവിടെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ പ്രവീണിനെ വാനോളം പുകഴ്ത്തിയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ പ്രവീൺ എവിക്റ്റായി വന്നതിന് ശേഷം ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പ്രവീൺ നല്ലൊരു വ്യക്തിയാണ്, നട്ടല് ഉള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാണ് അത്രയും പുകഴ്ത്തി ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ ഈ അനീഷിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നട്ടലല്ല ഈ അളിയൻ്റെ ശരീരത്തിരിക്കുന്നത്, മുരിങ്ങക്കോലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിറ്റേന്ന് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഈ പ്രവീൺ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചാനലുകാർക്ക് കൊടുത്ത ബൈറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെപ്പറ്റിയിട്ട് എല്ലാവരും ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു ബന്ധം അതിനകത്ത് എങ്ങനെയാണെന്ന് പ്രവീണിന് നല്ലപോലെ അറിയാം. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല ജനങ്ങളെ അവിടെ എന്തൊക്കെ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുപോലെ അനുമോള് കണ്ടിട്ടുള്ള കാര്യം ഞാനും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സമയമാവട്ടെ, ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒന്ന് പോയിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് നാരങ്ങ വെള്ളം കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സമയം പോലെ ഞാൻ പറയാം. ഒരുപാടുണ്ട്. ഞാനും കണ്ടു എന്ന് പറഞ്ഞ ഈ മുരിങ്ങക്കോലുള്ള ഈ പ്രവീൺ, നട്ടലിന് പകരം മുരിങ്ങക്കോലുള്ള ഈ പ്രവീൺ ഇപ്പം ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്റർവ്യൂ ഏകദേശം 45 മണിക്കൂറോളം വിളിപ്പിക്കുന്നൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ അതിൻ്റെ വേണ്ടുന്ന രണ്ട് പാട്ട് നമുക്കതാണ് വേണ്ടത്. അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഇന്റർവ്യൂ കാണണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. കാരണം നിലപാടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രവീൺ ഇപ്പം ഈ കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിക്കോ 2 ദിവസം കഴിയുമ്പം ഈ പ്രവീൺ തന്നെ അത് മാറ്റി പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഒന്നുകിൽ കാരണം ഇതിന് റൂൾസ് ഉണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ നിന്ന് എവിക്റ്റായി ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 6 മാസമോ 1 വർഷമോ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുകയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ അളിയൻ്റെ വായിന്ന് അബദ്ധത്തിൽ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാതെ അങ്ങ് മൊഴിഞ്ഞു പോയതാണ് ഈ ഒരു സത്യം. പക്ഷേ ഇപ്പം വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ വേറെ ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. അത്രയും ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഞാൻ ഭയന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. അപ്പം കേട്ട ജനങ്ങൾക്കും അവിടെ നിന്ന് മീഡിയാസിൻ്റെയും തെറ്റുപറ്റിപ്പോയതാണ്. അപ്പം ഞങ്ങളെ ചെവിക്കൊക്കെ കുഴപ്പമുണ്ടേ, സമ്മതിച്ചു. ഞങ്ങളെ ചെവിക്കൊക്കെ കുഴപ്പമുണ്ട്. പക്ഷേ പ്രവീൺ ഒന്നും കൂടെ ആ വീഡിയോ എടുത്തിട്ട് ഒരു 50 വട്ടം കാണും, റിപ്പീറ്റ് ചെയ്ത് കാണും. പ്രവീൺ എന്താണ് അവിടെ പറഞ്ഞതെന്ന്, അനുമോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഞാനും കണ്ടിട്ടുണ്ട്. ശരിയാണ്, അതൊക്കെ ശരിയാണ്, അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രവീൺ ഇപ്പം വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകി വെളുപ്പിച്ചെടുക്കുവാടേ. എവിടുന്നെങ്കിലും കൊട്ട് കിട്ടിയോ? കോള് വന്നിട്ടുണ്ടോ പ്രവീണെ? അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും നട്ടല്ലെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ പ്രവീൺ ഇപ്പം എവിക്റ്റ് ആവത്തില്ലായിരുന്നു. അത് നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പ്രവീൺ ഇപ്പം കൊടുത്ത ഇന്റർവ്യൂയുടെ ചെറിയ 2 ഭാഗം ഞാൻ കാണിച്ചു തരാം. പ്രവീൺ ഇപ്പം വന്നിരുന്ന് മെഴുകി പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അവർ ഭയങ്കര ഫ്രണ്ട്സാണ് ജിസേലും ആര്യനും. അതുപോലെ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാൻ അനുമോളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയാടേ പറയും. സത്യം പറഞ്ഞാൽ ഒരു നാരദൻ്റെ പേരുണ്ടല്ലോ, മറ്റേ ദിലീപിന്റെ ഒരു സിനിമയിൽ പറയുന്നില്ല, ആ നാരദൻ്റെ പേരുണ്ട് കിട്ടുവാണെങ്കിൽ തലയ്ക്കൊരു കൊട്ടു കൊടുക്കുമായിരുന്നു.
കുറച്ച് ഇത് ഞാൻ എന്തായാലും ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് പറയാം. എയർപോർട്ടിൽ ഒരു ബൈറ്റ് കൊടുത്തു. അത് ഭയങ്കര ചർച്ചയാണ്. ടിൽ നൗ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? അത് വാസ്തവം എന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഇത്രയും മീഡിയാസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ പലരും പല ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത്, അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. എനിക്ക് വരുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത്. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ അനുമോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആരും ജിസനും തമ്മിൽ പറയാനാണ് കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അനുമോള് പറഞ്ഞ ചച്ചുമാഞ്ഞ് പറഞ്ഞ ഇവിടെ പ്രവീൺ നീ ഇറങ്ങി പോടാ വന്ന് കണ്ണു മുമ്പിന്ന് പോ, അഞ്ചുമാഞ്ഞ് പറഞ്ഞ ചച്ചിയാണെന്ന്. ഇതാണോ നീ പറഞ്ഞത് എയർപോർട്ടിൽ വെച്ച്? ഇതാണോടാ പ്രവീണ നീ പറഞ്ഞത്? കേൾക്കുന്ന ഞാൻ ഒരു കാര്യം പറ്റേ, എൻ്റെ ചെവിക്ക് കുഴപ്പമുണ്ട് ശരി, നിങ്ങൾ പറ, ഇത് കേട്ടിട്ടുള്ള നിങ്ങൾ പറ. ഒരാളെ ചെവിക്ക് പോട്ട്, ഒരു 20 പേരെ ചെവിക്കും കുഴപ്പമുണ്ടെന്നിരിക്കട്ടെ, ഈ പ്രവീൺ പറഞ്ഞത് അത് ഞങ്ങളെ ചെവിക്ക് കുഴപ്പമുണ്ടോണ്ടാണ് നമ്മൾ അങ്ങനെ കേട്ടതെന്നെങ്കിലും പറയാം. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരോ പ്രവീൺ എന്താണ് പറഞ്ഞത്? അതുപോലെ അനീഷിനെ പറ്റിയിട്ട് ഇനി അടുത്തൊരു ഇന്റർവ്യൂ വരും, അനീഷിനെ ഞാൻ അങ്ങനെ അനീഷിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് വരും. എഞ്ചു ആരാ പ്രവീണ ഇത്? അരിയാഹാരം തന്നെ അങ്ങനെ മോനെ കഴിക്കുന്നത്? കുറച്ചെങ്കിലും നട്ടല് നീ ആ മുരിങ്ങക്കോലെടുത്ത് കള കേട്ടോ. അതായത് ഇനി ആ മുരിങ്ങക്കോല് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഒന്നുകിൽ ഈ സംഭവം പറയരുതായിരുന്നു, അതാണ് വേണ്ടുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ അളിയന് അബദ്ധത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. അബദ്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അളിയൻ അയ്യോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നോ, ഞാൻ റൂള് തെറ്റിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എത്രയും പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇന്റർവ്യൂ ഒക്കെ അങ്ങോട്ട് പിടിച്ചിരുത്തി ഏകദേശം ഒരു 45 മണിക്കൂർ ഇന്റർവ്യൂവിൽ വെളുപ്പിച്ചങ്ങോട്ട് എടുക്കുവാണ്. കൊള്ളാടാ മോനെ കൊള്ളാം. ഇനി ആന് ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പ്രവീൺ പറഞ്ഞല്ലോ, ഒരു 19 പേര് വന്ന് ക്യാമറയും കൊണ്ട് നിൽക്കാൻ നേരത്ത് ഞാൻ അങ്ങോട്ട് ഭയന്നു പോയി. പല ആൾക്കാരും പല ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. 19 പേര് വളഞ്ഞിന്ന് ആക്രമിച്ച് വീഡിയോ എടുത്ത പ്രവീണിന്റെ ആ വീഡിയോ. ഇപ്പം ഒരു വീഡിയോ ആണെങ്കിൽ പിന്നെ പറയാം, 2, 3, 4 ഏരിയയിലായിട്ട് 2, 3, 4 സ്ഥലത്തായിട്ട് അളിയും പോകുന്ന വഴിക്കല്ല ഏതൊക്കെ ചായക്കടയിലും ഏതൊക്കെ ഹോട്ടലിലും കയറി വെള്ളവും കുടിച്ച് പപ്പടവും തിന്ന് ആ പോകുന്ന വഴിക്കെല്ലാം അളിയൻ ബൈറ്റിങ് കൊടുത്തിട്ടാണ് പോയത്. അതല്ല നമ്മൾ കണ്ടത്. ആ വീഡിയോയ്ക്കകത്തെല്ലാം ഈ വിഷയങ്ങളെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉത്തരം പറയുന്നുണ്ട്. അവിടെയൊന്നും ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ഞാൻ എന്തായാലും അതും കൂടെ കാണിക്കാം. നമ്മൾ ഓൾറെഡി അത് കാണിച്ചതിനെ പറ്റിയിട്ട് ചെയ്തതാണ്, ഒന്നും കൂടെ കാണിക്കാം. ചുമ്മാ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ബാക്കിയും കൂടെ കേൾക്കാം. മോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആരും ജിസനും തമ്മിൽ പറയാനാണ് കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവർ പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആര്യനും ജിസേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. കാരണം ആര്യലിന് ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും, അങ്ങനെ രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട്, ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആയി പോയതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാനങ്ങനെ പറയില്ല. അവിടെ അത്രയും ക്യാമറ ഉണ്ട്, അപ്പുറം ക്യാമറ നടക്കാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ഈ വ്യക്തിയാണ് എയർപോർട്ടിൽ നിന്ന് ഇണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും കാണാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്, ക്യാമറ പോലും കാണാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എഞ്ചു ആടാ മോനെ നീ പറയുന്നത് കുട്ടാ. എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തല പോയിന്ന്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ നിലപാടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലാത്ത ഇതുപോലുള്ള സാധനങ്ങളാണല്ലോ അവിടെ പോയി കിടക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെയാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്നെ തന്നെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇനി ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൂടി. അതുകൊണ്ട് നിങ്ങളെ കമൻ്റായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടു കേട്ടോ. നീ തെറി വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല. ആ കമൻ്റൊക്കെ ഞാൻ അത് വായിച്ച് അതിലൂടെ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ചെയ്തോളാം. ഇമാജിതി ഞറ്റലില്ലാത്ത ചീമുകളാണല്ലോ. എന്തുവാടേ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോണ് പ്രവീണേ നിലപാടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടടി. ആ സാധനം ഒന്നുകിൽ നീ അത് പറയരുതായിരുന്നു.
ഇനി ഈ പ്രവീൺ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തള്ളി അങ്ങോട്ട് വിട്ട് മൊഴിഞ്ഞങ്ങോട്ട് തന്ന കുറച്ച് സാധനം ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ബോളിവുഡിലെ ഒരു സ്ട്രാറ്റജിയാണ് ജിസയിലും ആര്യങ്ങളോട് ചെയ്യുന്നത്. അതെ 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 പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലവ് സ്ട്രാറ്റജി ആണെന്ന് വെച്ചാൽ അതെ. ഒരു വേറൊരു കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു നെഗറ്റിവിറ്റി കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? ഞാനതാ പറഞ്ഞു, ജിസേലിൻ്റെ ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞത്. അപ്പോൾ അത് ബിഗ് ബോസ് ഒതുക്കിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസ് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ എങ്ങനെ അത് ആയിരുന്നു അല്ല, അവർക്ക് ഒരു കൂടുതൽ ഫേവർ കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സാധനം പുറത്ത് വരാതിരിക്കുന്നത്? അത് ആയിരിക്കാം, അതായിരിക്കാം. അത് ഷോർട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കോണ്ടന്റുകൾ കേട്ടല്ലോ നിങ്ങൾ. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും കേട്ടല്ലോ, മാറിക്ക് ഇടത്തോട്ടേക്ക്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. അപ്പം see you.